ബോയ്ക്കോട്ട് മാൽദീവ്സ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് നടക്കുന്ന ഹാഷ്ടാഗ് ആണ് ബോയ്ക്കോട്ട് മാൽദീവ്സ്. എല്ലാവരും ഒഫീഷ്യൽസും സെലിബ്രിറ്റീസും എല്ലാവരും ബോയ്ക്കോട്ട് മാൽദീവ്സ് എന്ന് പറഞ്ഞ് പോസ്റ്റുകൾ ഇടുന്നു. ഇതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? റീസെന്റ് അവർ പ്രൈം മിനിസ്റ്റർ ഹാസ് വിസിറ്റഡ് ലക്ഷദ്വീപ്. അതിനുശേഷം പുള്ളിക്കാരൻ ഒരു ട്വീറ്റ് ചെയ്തു, നമ്മൾ അവിടുത്തെ ടൂറിസം ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യണം, ഒന്നുകൂടെ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതിൽ മാൽദീവ്സിനെ പറ്റി മെൻഷൻ പോലും ചെയ്യുന്നില്ല. എന്നിട്ട് കൂടി മാൽദീവ്സിലെ ഒരു ഒഫീഷ്യൽ ഇത് കണ്ട് ചുമ്മാ ട്രിഗർ ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ ക്ലൗൺ എന്നും ഇസ്രായേലിന്റെ പപ്പറ്റ് എന്നും വിളിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ രണ്ട് മിനിസ്റ്റേഴ്സും വന്നിട്ട് ഇന്ത്യൻസിനെ പറ്റി ഭയങ്കര ബാഡ് ആയിട്ട് ട്വീറ്റ് ചെയ്തു. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ബാഡ് ആണ്, നമ്മളെ ഭയങ്കരമായിട്ട് സ്മെൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ട്വീറ്റ് ചെയ്തു. നമുക്കൊരിക്കലും മാൽദീവ്സിന്റെ ലെവലിൽ എത്താൻ പറ്റില്ലെന്നും അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ് ട്വീറ്റ് ചെയ്തു. ആൻഡ് അവിടെ ലിമിറ്റ് ക്രോസ് ചെയ്യപ്പെട്ടു. ഈ ട്വീറ്റ്സ് എല്ലാം കയറി വൈറലായി, നമ്മൾ ശരിക്കും ട്രിഗറായി. അതോടുകൂടി ഇന്ത്യയിലെ സെലിബ്രിറ്റീസും ഒഫീഷ്യൽസും എല്ലാവരും ഒരേപോലെ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങി, ബോയ്ക്കോട്ട് മാൽദീവ്സ് ആൻഡ് സപ്പോർട്ട് ലക്ഷദ്വീപ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടായത് ഒറ്റ ദിവസം കൊണ്ട് 8,000 ഹോട്ടൽ ബുക്കിംഗ്സ് ക്യാൻസലായി, 2,000 ഫ്ലൈറ്റ്സ് ക്യാൻസലായി. ഇവരിങ്ങനെ ഒരു ട്വീറ്റ് ചെയ്യുന്നതിന് മുൻപ് ആലോചിച്ചില്ല. കഴിഞ്ഞ കൊല്ലം, അതായത് 2023